രാധികേ, നീ ഇതെവിടെയായിരുന്നു? ഞാൻ കൊറേ നോക്കി. വാമനെ, അച്ഛന്റെ വാശി തന്നെയാ. പക്ഷേ അച്ഛന്റെ മുഖം കിട്ടിയിട്ടില്ല. ശരിയാ, ഇത് അമ്മ വീട്ടുകാരുടെ കോലത്തിൽ പോയി. ഇവൻ വലുതാവുമ്പോ നല്ല ഹൈറ്റ് ഉണ്ടാവും. നിന്റെ അമ്മാവന്റെ മോനെ പോലെ. നീ അന്ന് നാട്ടിൽ പോയപ്പോ അവനായിരുന്നല്ലോ കൂട്ട്. ദേ, വെറുതെ അനാവശ്യം പറയരുത്. ഞാൻ പോവാ. അവിടെ നിൽക്കടി. നീ എന്തിനാടി സത്യം പറയുമ്പോ ചോദിക്കുന്നേ? ഇവന് അവന്റെ ചായ തന്നെയാ. നിങ്ങൾക്ക് എന്തിന്റെ കേടാ? വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇനി ആൾക്കാരെന്താ പറയാനും കേൾക്കാനുള്ളത്? നിന്റെ അഴിഞ്ഞാട്ടം ആർക്കടി അറിയാത്തത്? നിങ്ങൾക്ക് ശരിക്കും വട്ട. മാഷേ, ആരത്? ഭരതനോ? എന്തൊക്കെയുണ്ടോ വിശേഷങ്ങള്? രാജീവൻ കുഞ്ഞിനും സുഖമല്ലേ? മാഷേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ഭരത? അത് പിന്നെ വാ, കുറച്ച് ദിവസമായി മാഷെ കാണണം വിചാരിക്കുന്നു. അല്ല, എൻ്റെ കുഞ്ഞിന് എൻ്റെ മുഖച്ഛായ ഉണ്ടാ? എന്താടാ? ഒന്നുമില്ല. എന്താ നിനക്ക് ഇത്ര സംശയം? എടാ, നിന്റെ മോൻ തന്നെ പ്രസവിച്ച അന്ന് തന്നെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? നിനക്ക് വെറുതെ തോന്നുന്നതാ. അല്ല, എൻ്റെ ഒരു ചായയില്ല. നീ എന്താണ് ഈ പറയണത്? നിനക്ക് എന്താ പറ്റിയത്? അവനാണ്. ആര്? അവളുടെ മുറച്ചെറുക്കൻ. അവര് ലോഹ്യത്തിലായിരുന്നു. അമ്മയുടെ അസുഖാണെന്ന് പറഞ്ഞ് അവള് നാട്ടിൽ പോയപ്പോ അവനായിരുന്നു അവളെപ്പോ സഹായിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വെറും നിന്റെ തോന്നലാ. കൊല്ലും ഞാൻ. എന്നെ വഞ്ചിച്ചവരാരെയും ഞാൻ വെറുതെ വിടില്ല. ഈ ഭരതന്റെ ഒരു കാര്യേ മഹാ കഷ്ട. എന്തേ? അവന്റെ കുഞ്ഞ് അവന്റെ അല്ലാന്ന്. ഭരതൻ അങ്ങനെ പറഞ്ഞു? പറയ മാത്രല്ല, പലരെയും അവന് സംശയമുണ്ടെന്ന്. അവൻ നല്ലൊരു ചെറുപ്പക്കാരനാന്നാ ഞാൻ വിചാരിച്ചത്. പാവ രാധിക, അവൾ എത്ര വിഷമിക്കുന്നുണ്ടാവും. രണ്ടുപേര് എന്നോടാ പരാതി പറയണത്. അവനോടാണെങ്കിൽ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. സംശയം വന്നാ ഇങ്ങനെയാ, അതെല്ലാ സ്വസ്ഥതയും നശിപ്പിച്ചു കളയും. പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടിയോ? കുഞ്ഞിന് നേരിയ പനിയുണ്ട്, ജലദോഷവും. ഡോക്ടറെ കാണിക്കണം. നാളെ കാണിക്കാം. നിനക്കെന്തുകൊണ്ട് സത്യം പറഞ്ഞൂടാ? എന്ത് സത്യം പറയണ്ടേ? നിന്റെ ഒപ്പം പഠിച്ചിരുന്ന രാകേഷ് ഇപ്പോ ഇവിടെയുണ്ടല്ലോ. നിന്നെ ഒരിക്കൽ കാണണമെന്ന് പറഞ്ഞു അല്ലേ? ഞാനില്ലാത്തപ്പ അവനെ നീ വിളിച്ചു വരുത്തി. അവന്റെ പഴയ ആഗ്രഹം ഈ കുഞ്ഞ് അവന്റെയാ. എന്താ നിങ്ങൾ പറഞ്ഞേ? എന്താ പറഞ്ഞത്? ഇന്നലെ വരെ മുറച്ചെറുക്കന്റെ പേരായിരുന്നു, ഇന്നിപ്പോ രാകേഷ്. നാണോ ഇല്ലല്ലോ മനുഷ്യ നിങ്ങൾക്ക്? എങ്ങനെയാണ് ചത്ത് കിട്ടിയാ മതിയായിരുന്നു. മതി നിങ്ങളായിട്ടുള്ള ജീവിതം. ഞാനും കുഞ്ഞു നാട്ടിൽ പോവാ. നാട്ടിലാകുമ്പോ സുഖാണല്ലോ. അവനിപ്പോ നാട്ടിലാണല്ലോ, രണ്ടുപേർക്കും ആഘോഷിക്കാനോ. അതൊരു നല്ല ഐഡിയ ആണല്ലോ. നമുക്ക് ഇത് തന്നെ മാഷേ, ഒരു മിനിറ്റ്. എന്താ വരുതാ? വേറൊരു കാര്യം പറയാനുണ്ട്. അതെ, നീ പറയാൻ പോണ എന്താന്ന് എനിക്കറിയാം. ഇത് പറയാനായിട്ട് നീ ഇങ്ങോട്ട് വരണമെന്നില്ല.
അതല്ല എന്റെ അതെ, വിഷമം. ഞാൻ കുറച്ച് തിരക്കില്ല. എനിക്ക് അവിടെ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ ശരി, ഒക്കെ പറഞ്ഞ പോലെ നീ ചെല്ല്. അവന്റെ ഒടുക്കത്തെ ഒരു സംശയങ്ങളും. പറയടി, എനിക്ക് ഇനിയും നിന്റെ വചനം സഹിക്കാൻ വയ്യ. ഞാൻ എന്ത് ചെയ്തു എന്നാ? ആ മാഷുമായി നീ അടുപ്പത്തിലാണെന്ന് എനിക്കറിയാടി. അവളുടെ ഒരു മാഷ്, അവളുടെ ഒരു വെടിഞ്ഞാട്ടം. എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോളെ. ആ മാഷുമായിട്ടുള്ള അടുപ്പം എനിക്കറിയില്ലാന്ന് വിചാരിച്ചോളെ നീ. പറയടി, സത്യം പറ. ദൈവത്തിനാണ് സത്യം, ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. അവന്റെ ഒരു ആട്ടം തോന്നിട്ട ചെന്നായാണ് അവൻ. രണ്ടിനെയും ഞാൻ കൊല്ലും. നിർത്ത്, നിർത്ത്, വണ്ടി നിർത്ത്. എന്തേ വരുന്ന? എന്താ പറ്റിയത്? നേരെ വിട്. വണ്ടി നേരെ വിട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായി നിന്റെ സംശയങ്ങൾ? ഞാൻ വെറുതെ പലരെയും സംശയിച്ചു. ഇപ്പൊ മനസ്സിലായില്ലേ അവളൊരു പാവാണെന്ന്? കുറച്ച് സൗന്ദര്യം കൂടുതലുണ്ട്, നിനക്ക് വെറുതെ തോന്നുന്നതാ. അവളുടെ കൂടിയ സൗന്ദര്യം എനിക്ക് മുമ്പേ ആസ്വദിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താണാ നീ പറഞ്ഞത്? പഴയ ശിഷ്യല്ലേ, നീയൊക്കെ ചവച്ചൂറ്റി വലിച്ചെറിഞ്ഞ് പിണ്ടല്ലടാ എനിക്ക് നീ തന്നെ. എന്നിട്ടിപ്പോ നീ എന്റെ മണം നീ നീ നടക്കുകയാണല്ലോടാ. നിനക്കെന്താ പറ്റിയത്? നിനക്ക് എന്താണ്? നിക്കണോ? നീ എവിടെ പോണ? ഞാൻ വെറുതെ വിടില്ല എല്ലാത്തിനും. പിന്നെ പിന്നെ നീ എന്നെ കളിപ്പിക്കൊന്നും വേണ്ട. നീ പറഞ്ഞത് ഞാൻ എന്താ ചെയ്യാതിരുന്നിട്ടുള്ളത്? തരാടാ, എന്റെ എല്ലാം നിനക്കുള്ളതാ. ഇന്നു വാ, അദ്ദേഹം നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിരിക്കാ. അന്ന് എന്ത് രസായിരുന്നു. കള്ളൻ, നീ അന്ന് കടിച്ച പാടില്ലേ? അദ്ദേഹം കാണാതിരിക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നോ. ഞാൻ കാത്തിരിക്കും. അയ്യടാ. അതെ, അദ്ദേഹം അടുത്ത മാസം നാട്ടിൽ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെയൊക്കെ കറങ്ങാം. പ്രോമിസ്, ഞാൻ തമാശ പറഞ്ഞു.